എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി. തിരുവോണത്തിനോടനുബന്ധിച്ച് കേരളത്തിൽ നടത്തപ്പെടുന്ന പ്രധാന കലാരൂപങ്ങളിൽ ഒന്നായ കുമ്മാട്ടിക്കളിയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തൃശ്ശൂർ, പാലക്കാട്, വയനാട് തുടങ്ങിയ ജില്ലകളിൽ പ്രചാരത്തിലുള്ള ഒരു നാടൻ കലാരൂപമാണ് കുമ്മാട്ടി. തൃശ്ശൂർ നഗരത്തിനു ചുറ്റുമുള്ള ദേശക്കാർ ഓണത്തിനോടനുബന്ധിച്ച് ഈ കുമ്മാട്ടിക്കളി വളരെ ആഘോഷപൂർവ്വം ആഘോഷിക്കപ്പെടുന്നു. പാലക്കാട്, വയനാട് ജില്ലകളുടെ ചില ഭാഗങ്ങളിൽ കുമ്മാട്ടിക്കളി ദേവപ്രീതിക്കായും വിളവെടുപ്പിനോടനുബന്ധിച്ചും ആഘോഷിക്കുന്നുമുണ്ട്. ഈ ഭാഗങ്ങളിൽ ഓണത്തപ്പനെ വരവേൽക്കാനായും കുമ്മാട്ടി ആഘോഷിക്കുന്നുണ്ട്. കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ പ്രചാരത്തിലുള്ള നാടൻ കലാരൂപമാണ് കുമ്മാട്ടിക്കളി. മകരം, കുംഭമാസങ്ങളിൽ കാർഷികോത്സവത്തിൻ്റെ ഭാഗമായും ഓണക്കാലത്തെ നാടൻ വിനോദങ്ങളിലൊന്നായും കുമ്മാട്ടിക്കളി അവതരിപ്പിച്ചു പോരുന്നു. കുമ്മാട്ടിപ്പുല്ലോ വാഴയിലയോ കൊണ്ട് ദേഹമാകെ മൂടി വലിയ മുഖംമൂടികൾ വെച്ചാണ് നർത്തകർ ഒരുങ്ങുന്നത്. കമുകിൻ പാളയിലോ മുരിക്കിലോ ആണ് മുഖം മൂടികൾ ഉണ്ടാക്കുന്നത്. ഈ മുഖം കൊണ്ടാണ് വേഷങ്ങളെ തിരിച്ചറിയുന്നത്. ശ്രീകൃഷ്ണൻ, മഹാബലി, നാരദൻ, ഹനുമാൻ, ശിവഭദ്ര ഗണങ്ങളായ കുംഭൻ, കുംഭോദരൻ, തള്ള എന്നിങ്ങനെ നീളുന്നു വേഷങ്ങൾ. ഓണവില്ലിനൊപ്പമാണ് പാട്ട്. പുരാണ കഥാസന്ദർഭങ്ങളായിരിക്കും പാട്ടിലെ വിഷയങ്ങൾ. ഓരോ ചെറു സംഘങ്ങളായി ആട്ടവും പാട്ടുമായാണ് കുമ്മാട്ടികൾ വീട് തോറും കയറിയിറങ്ങുന്നത്. കുമ്മാട്ടികളിക്ക് നിയതമായ നൃത്തച്ചുവടുകളൊന്നുമില്ലാത്തതിനാൽ കാണികളും ചിലപ്പോൾ സംഘത്തിനോടൊപ്പം നൃത്തം ചെയ്യാൻ കൂടാറുമുണ്ട്. ഓണക്കാലം എത്തിയാൽ തൃശ്ശൂരിലെ നാട്ടിട വഴികളിൽ ആട്ടവും പാട്ടവുമായി കുമ്മാട്ടിക്കളികളും എത്തും. വിനോദകല എന്ന രൂപത്തിലാണ് നാടൻ കലാചരിത്രത്തിലും കുമ്മാട്ടിക്കളിയുടെ സ്ഥാനം. തൃശ്ശൂരിനൊപ്പം പാലക്കാട്, വയനാട് ജില്ലകളിലും കുമ്മാട്ടി നടക്കാറുണ്ട്. ഇവിടങ്ങളിൽ മകരം, കുംഭം മാസങ്ങളിൽ വിളവെടുപ്പ് ആഘോഷത്തിൻ്റെ ഭാഗമായാണ് കുമ്മാട്ടിക്കളി നടത്തപ്പെടുന്നത്. പാലക്കാട്ടെ ചില കുമ്മാട്ടി ഉത്സവങ്ങൾ വളരെയധികം പ്രശസ്തമേറിയതാണ്. ഓണക്കാലത്ത് ഓണത്തപ്പനെ വരവേൽക്കുന്ന തൃശ്ശൂരിലെ കുമ്മാട്ടിക്കളിക്ക് ശിവനും അർജുനനുമായുള്ള ഐതിഹ്യ കഥയുമുണ്ട്. പാശുപതാസ്ത്രം ശിവനിൽ നിന്ന് കിട്ടാൻ തപസ് ചെയ്ത അർജുനനെ പരീക്ഷിക്കാൻ മഹാദേവൻ തീരുമാനിക്കുന്നു. കിരാതരൂപം പൂണ്ട ശിവൻ വേട്ടയാടിയ പന്നിയെ ചൊല്ലി അർജുനനുമായി യുദ്ധം ചെയ്യുന്നു. തോറ്റ അർജുനന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ശിവൻ പാശുപതാസ്ത്രം നൽകുന്നു. അവിടെ എത്തിയ ഭൂതഗണങ്ങൾ ശിവനെ സന്തോഷിപ്പിക്കാൻ നൃത്തം ചെയ്തു. വടക്കുംനാഥ ക്ഷേത്രത്തിൽ കുടികൊണ്ട ശിവനും പാർവതിയും പിന്നീട് ഭൂതഗണങ്ങളുടെ നൃത്തം കാണാൻ ഒന്നുകൂടി ആഗ്രഹിച്ചു. സംപ്രീതനായ ശിവൻ ഓണക്കാലത്ത് മഹാബലി എത്തുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഭക്തരുടെ വീട്ടിൽ ആട്ടവും പാട്ടുമായി സന്തോഷിപ്പിക്കണമെന്ന് ഭൂതഗണങ്ങളോട് പറഞ്ഞു. അതാണത്രേ തൃശ്ശൂരിലെ കുമ്മാട്ടിക്കളിയുടെ ഐതിഹ്യം. ദേവ മനുഷ്യ കഥാപാത്രങ്ങളും മൃഗകഥാപാത്രങ്ങളും കുമ്മാട്ടിക്കളിയിലുണ്ട്. ശിവൻ, ബ്രഹ്മാവ്, ശ്രീരാമൻ, കൃഷ്ണൻ, ഗണപതി, കിരാതമൂർത്തി, ദാരികൻ, കാളി, കാട്ടാളൻ, ഗരുഡൻ, സുഗ്രീവൻ,
ബാലി, അപ്പൂപ്പൻ, സന്യാസി തുടങ്ങിയ പൊയ്മുഖങ്ങൾക്കോടൊപ്പം പുലിമുഖവും തെയ്യമുഖവും കാളമുഖവും ചില കുമ്മാട്ടികൾ അണിയാറുണ്ട്. കയ്യിൽ വടിയുമായെത്തുന്ന തള്ളമുഖം കുമ്മാട്ടിയാണ് വേഷങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ നാടൻ കലാരൂപങ്ങളും ഫാൻസി വേഷങ്ങളും കൂടി ജനത്തെ രസിപ്പിക്കാൻ വേണ്ടി ഒരുക്കാറുമുണ്ട്. ഒരു കുമ്മാട്ടി മുഖത്തിന് 20,000 മുതൽ 50,000 രൂപ വരെ നിർമ്മാണ ചെലവ് വരും. 10 കിലോയോളം ഭാരമുള്ള കുമ്മാട്ടി മുഖങ്ങൾ വരെയുമുണ്ട്. ഏറെ ഭംഗിയുള്ള മുഖംമൂടികളാണ് ഉപയോഗിക്കാറുള്ളത്. ആദ്യകാലങ്ങളിൽ കമുകിൻ പാളയിലായിരുന്നു മുഖംമൂടികൾ വരച്ചിരുന്നത്. പിന്നീടത് മുരിക്ക്, കുമിൾ പോലെ ഭാരം കുറഞ്ഞ തടികൾ ഉപയോഗിച്ച് ഉണ്ടാക്കാനും ആരംഭിച്ചു. അതിനും പൊട്ടൽ വരുമെന്നതിനാൽ കുമ്മാട്ടി മുഖങ്ങൾ പ്ലാവിൻ്റെ തടിയിലും ഇപ്പോൾ തീർക്കുന്നുണ്ട്. ശരീരം മുഴുവൻ പർപ്പടകപ്പുല്ല് വെച്ച് കെട്ടിയാണ് കുമ്മാട്ടി വേഷങ്ങൾ ഒരുക്കുന്നത്. അപൂർവമായി വാഴയിലയിലും കെട്ടാറുണ്ട്. ഇതിനെ കുമ്മാട്ടിപ്പുല്ലെന്നും വിളിക്കാറുണ്ട്. പ്രത്യേക രീതിയിൽ കുമ്മാട്ടിപ്പുല്ല് പിരിച്ചു മെടഞ്ഞ ശേഷം കയറും കാഞ്ഞിരവള്ളിയും ഉപയോഗിച്ച് ദേഹത്ത് വെച്ച് കെട്ടും. ഇതിനു ശേഷമാണ് പൊയ്മുഖമണിയുന്നത്. കുമ്മാട്ടിപ്പാട്ടും പാടി വില്ല് കൊട്ടി വീട് വീടാന്തരം ഉത്രാടം മുതൽ 4-ാം ഓണം വരെ കുമ്മാട്ടികൾ കളിക്കും. കുമ്മാട്ടിക്കളികളിൽ ഏറ്റവും പഴക്കം ചെന്ന നൂറ്റാണ്ടുകൾ പിന്നിട്ട കളി നടക്കുന്നത് തൃശ്ശൂർ കിഴക്കുംപാട്ടുകര വടക്കും മുറി തെക്കും മുറി വിഭാഗങ്ങളുടേതാണ്. കുമ്മാട്ടി ഉത്സവങ്ങളിൽ പാലക്കാട് ഏറ്റവും പ്രശസ്തമായത് കുനിശ്ശേരി കുമ്മാട്ടിയാണ്. സാമൂതിരിയുമായുള്ള ഒരു ചരിത്ര കഥയുണ്ട് കുനിശ്ശേരി കുമ്മാട്ടിക്ക്. മുണ്ടൂർ കുമ്മാട്ടിയും ഇപ്പോൾ ഏറെ പ്രശസ്തമാണ്. ഇനി നമ്മൾ കാണാനായി പോകുന്നത് കുമ്മാട്ടിക്കളിയുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങളാണ്. നമ്മുടെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി ഉടനെ വരാം.